വീക്ക് ഓഫ് ഡേയ്സിൽ എവിടെ പോകും എന്ന് ആലോചിച്ച് ലാസ്റ്റ് ഈവനിങ് വാക്കിന് ഇവളെയും കൊണ്ട് പുറത്തിറങ്ങലാണ് എൻ്റെ മെയിൻ പരിപാടി. നമ്മളെ സൗകര്യത്തിന് നമ്മൾ വീട്ടിൽ മക്കളെ പിടിച്ചിരുത്തുന്നത് അത്ര ശരിയുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള 1-2 സാധനങ്ങൾ ഗ്രോസറി പോയി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയാം, കാരണം ഇവിടുത്തെ ഡെയിലി കസ്റ്റമറാണ്. വാങ്ങിയ സാധനങ്ങളൊക്കെ ഒരു കവറിലിട്ട് കൊടുത്തപ്പോൾ ഞാനെന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിലാണ് ഓള് നടക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലെങ്കിലും അവർ സന്തോഷം കണ്ടെത്തും. ഇവിടെ കൊണ്ട് പുറത്തുള്ള പാർക്കിലൊക്കെ പോയാൽ നന്നായിട്ട് പണി കിട്ടുമെന്ന് അറിയണതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള നെസ്റ്റോളിലുള്ള ഒരു ഇൻസൈഡ് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. പാരൻറ്റിങ്ങിൽ എനിക്ക് വന്ന വലിയൊരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പാരൻറ്റിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് തലയിലും താഴത്തും വെക്കാതെ എല്ലാ കാര്യത്തിലും അവരെ ഹെൽപ്പ് ചെയ്ത് വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഷീ ഈസ് വെരി ആക്റ്റീവ് പേഴ്സൺ. പക്ഷേ ഞാനെപ്പോഴും അവളുടെ പുറകിൽ വേണം എന്നുള്ളൊരു ഡിമാൻഡ് മാത്രമേ അവൾക്കുള്ളൂ. ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഒരു പേടിയാണ്, അവൾക്ക് എന്തെങ്കിലും പറ്റുമോ വീഴുമോ എന്നുള്ളതൊക്കെ. പക്ഷേ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടുക. എന്നാലേ അവർക്ക് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവർ വളർന്നു വരുന്നത്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവും ചിലപ്പോൾ അതിലൂടെ തന്നെ ഉണ്ടായി വരും. പിന്നെ കൂട്ടത്തിൽ നമുക്കും എവിടെയെങ്കിലും പുറത്ത് പോയാൽ കുറച്ച് റെസ്റ്റ് ആയിക്കോളും. എന്നെപ്പോലെ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള അമ്മമാരോടാട്ടോ ഞാൻ പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കെല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ നമ്മളായിരിക്കും അവരെ ശ്വാസം മുട്ടിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.